എൻട്രൻസ് പരീക്ഷകളുടെ ഒരു കാലമാണിത്. എൻട്രൻസ് പരീക്ഷകൾ ഇഷ്ടം പോലെയാണ്. അതായത് മെഡിക്കൽ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ MBBS അടക്കമുള്ള കോഴ്സുകൾക്ക് നീറ്റ് അടക്കമുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ JEEയും കീമും അടക്കമുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നു. അതേപോലെ തന്നെ LLBക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ക്ലാറ്റും കേരള ലോ എൻട്രൻസ് എക്സാം പോലുള്ള പരീക്ഷകൾ, മാനേജ്മെൻറ്റ് മേഖലയിൽ ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാമിനായി PMAT പോലുള്ള പരീക്ഷകൾ, അങ്ങനെ അനവധി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് ഇനിയുള്ള കാലത്ത് കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്. ഈ മത്സര പരീക്ഷകൾക്ക് എങ്ങനെയാണ് കുട്ടികൾ തയ്യാറെടുക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ ക്രാക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്ലാനിങ് വളരെ അത്യാവശ്യമാണ്. പരീക്ഷകൾക്ക് വെറുതെ പഠിച്ചാൽ പോരാ. പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിൽ പഠനം ആഗ്രഹിക്കുന്ന, എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് NCERT ഒരു നീറ്റിൻ്റെ ബൈബിൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. NCERT പുസ്തകമാണ് ഇതിന് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ലൈൻ ടു ലൈൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ആദ്യം വേണ്ടത്. 6ാം ക്ലാസ് മുതലുള്ള, അതായത് പഠനത്തിലേക്ക് ഇനി തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ 6 മുതൽ മുകളിലേക്കുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി ഏത് സ്ട്രീമാണോ ആ സ്ട്രീമിലേക്കുള്ള കുട്ടികൾ ഇതിൻ്റെ ഇക്വേഷൻസ് അടക്കം കൃത്യമായ ധാരണയോടുകൂടെ പഠിച്ച് മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. 2 +1 +2 സബ്ജക്റ്റുകൾ എന്താണോ നമ്മൾ പഠിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും ഈ പരീക്ഷകൾക്ക് ചോദിക്കുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഠനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഏത് എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും, അത് ഇപ്പോൾ മെഡിക്കൽ മേഖലയിലാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകളാണ് ചോദിക്കുക. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിൽ വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളാണ് ചോദിക്കുക. അതിനപ്പുറത്തേക്ക് ഇനി LLB എൻട്രൻസ് എക്സാമിനേഷൻ ആകുമ്പോൾ അവിടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ GKയും ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അടക്കമുള്ള സബ്ജക്റ്റുകളാണ് അവിടെ ചോദിക്കുക. മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷും GKയും കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും അടക്കമുള്ള സബ്ജക്റ്റുകളായിരിക്കും അവിടെ ചോദിക്കുക. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകളായിരിക്കും അവിടെ ചോദിക്കപ്പെടുക. അങ്ങനെ ഓരോ എൻട്രൻസ് എക്സാമിനേഷനും CUT ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഡൊമൈൻ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് വിശകലനം ചെയ്യും. അതുപോലെ തന്നെ ജനറൽ പേപ്പേഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകൾ ചോദിക്കും. ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏത് എൻട്രൻസ് ആണോ ഈ കുട്ടി എഴുതാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിലധികം എൻട്രൻസുകൾ എഴുതുന്ന കുട്ടികൾ പൊതുവേ ഉണ്ടാവും. അപ്പോൾ അവരാദ്യം ഏതൊക്കെ എൻട്രൻസുകൾ എഴുതാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കോമൺ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, കോമൺ അല്ലാത്ത സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ഇത് ഇനം തിരിച്ചതിന് ശേഷം ഓരോ പരീക്ഷയുടെയും സിലബസുകൾ, ഇപ്പം നമുക്കറിയാം നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അയാൾക്ക് നീറ്റ് എക്സാമിനേഷനിലൂടെയാണ് മെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക. അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നൊരു കുട്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നീറ്റിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ സൈറ്റിൽ നീറ്റിൻ്റെ സിലബസ് കിടപ്പുണ്ട്. അല്ലെങ്കിൽ നീറ്റിൻ്റെ പ്രോസ്പെക്ടസിൽ NTA-യിൽ നിന്ന് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. അത് നീറ്റിൻ്റെ ഡൗൺലോഡ് ചെയ്യാം. അതേ കുട്ടി തന്നെ ചിലപ്പോൾ അഡീഷണൽ മാത്സ് എടുത്തിട്ടുണ്ട് എങ്കിൽ എഞ്ചിനീയറിങ്ങും പോകാൻ ആഗ്രഹിക്കുന്നു, IIT-യിൽ അഡ്മിഷൻ കിട്ടുകയാണ് എങ്കിൽ നല്ല ഒരു IIT-യിൽ നല്ല സ്കോറോടുകൂടി JEE പാസ്സാകുകയാണെങ്കിൽ IIT-യിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ JEE അഡ്വാൻസ്ഡ് പാസ്സായാലും അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ തയ്യാറെടുക്കാനാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രിയുടെ കൂടെ ബയോളജി അവിടെയുണ്ട്, കൂട്ടത്തിൽ മാത്സ് കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇതേ കുട്ടി തന്നെ മാനേജ്മെൻറ്റ് മേഖലയിൽ പോകുന്നുണ്ടെങ്കിൽ ബാക്കി സബ്ജക്റ്റ് കൂടി ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ആ കുട്ടി CUT എഴുതുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് അടക്കമുള്ള സബ്ജക്റ്റുകൾ, ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആഡ് ചെയ്യണം. ഇനി അതല്ല ഈ കുട്ടി LLBക്കാണ് പോകുന്നതെങ്കിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അടക്കമുള്ള സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് ഉൾപ്പെടെ ആഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേബിളാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു ടേബിളാക്കി മാറ്റിയിട്ട് കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ, ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതല്ലാതെ വരുന്നത് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് ഒരു ചാർട്ടാക്കി നമുക്ക് ഭിത്തിയിൽ വേണമെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാം. നമ്മുടെ പഠിക്കുന്ന മുറിയിൽ അത് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പതുക്കെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് സിലബസ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കണ്ണടച്ചിരുന്നിട്ട് ഓരോ സിലബസും ഓർത്തെടുക്കുക. ഇപ്പം ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി മോഷനാണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ ആ മോഷൻ എന്ന ടോപ്പിക് എടുക്കുക. ആ ടോപ്പിക്കിൽ ഓരോ സബ് ഡിവിഷൻസും കണ്ണടച്ച് റീകോൾ ചെയ്യുക, ഓർത്തെടുത്ത് കഴിയുമ്പോൾ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്, ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ടോപ്പിക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു പച്ച ഹൈലൈൻ ചെയ്യാനായിട്ട് ഒരു പേന കൊണ്ട് പച്ച ഹൈലൈൻ ചെയ്യുക. ഇനി അതല്ല
അത്യാവശ്യം ഓർമ്മയുണ്ട് പക്ഷേ ഫ്ലുവൻ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമുക്കൊരു മഞ്ഞ ഹൈലൈൻ കൊടുക്കാം. അതല്ല കിട്ടുന്നില്ല, കംഫർട്ടബിൾ അല്ല എങ്കിൽ അത് ബ്ലാങ്കായിട്ട് കിടക്കട്ടെ. ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഇതാണ്. അങ്ങനെ താൻ എഴുതുന്ന എല്ലാ എൻട്രൻസ് എക്സാമിനേഷനിലും തനിക്ക് ഏതൊക്കെ ടോപ്പിക്ക് കംഫർട്ടബിൾ ആണ് എന്ന് കണ്ടെത്തി അത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനകത്ത് മഞ്ഞ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ പതുക്കെ പച്ച മഷിയിലേക്ക് മാറ്റാനുള്ളൊരു എഫേർട്ടാണ് ആദ്യം എടുക്കേണ്ടത്. അതേപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതിനെ പച്ചയിലേക്ക് മാറ്റാനുള്ളൊരു എഫേർട്ടാണ് മൂന്നാമത് നടത്തേണ്ടത്. അത് ഒരു 60% മുകളിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കംഫർട്ട് സോണിൽ എത്തി എന്ന് ആദ്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമുക്ക് എൻട്രൻസ് ഏറ്റവും മികച്ച സ്കോറോടുകൂടി പാസ്സാകാനുള്ള ഒരു നിലയും വിലയും ഒക്കെ ആയി കഴിഞ്ഞു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ പഠനത്തെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റേണ്ടത്. പഠനം കഴിഞ്ഞ, അതായത് എല്ലാം പഠിച്ചു, എല്ലാം അത്യാവശ്യം നമ്മളുടെ ഒരു കംഫർട്ട് സോണിലെത്തി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പഠനമല്ല വേണ്ടത്, പുതുതായ ആശയങ്ങൾ പഠിക്കുകയല്ല വേണ്ടത്, പിന്നീട് പ്രാക്ടീസിംഗ് ആണ്. ആ പ്രാക്ടീസിങ് എങ്ങനെയാണ് പോവുക? നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായ ഒരു കൃത്യമായ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളൊരു മനസ്സ് കുട്ടികൾ തയ്യാറാക്കണം. പഠനത്തിലെല്ലാം ഉൾക്കൊള്ളും ഇത്രയും സമയത്തിനുള്ളിൽ. അതിലേറ്റവും നമുക്ക് റഫായിട്ടും ടഫായിട്ടും തോന്നുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ മാത്സ്, ഫിസിക്സ് ആണ് പൊതുവേ കുട്ടികൾക്ക് ഏറ്റവും ഡാമേജ് ഉണ്ടാക്കുന്ന സബ്ജക്റ്റുകൾ. ഇപ്പോൾ ഈ സബ്ജക്റ്റ് എങ്ങനെയുള്ളത്, ഏത് സബ്ജക്റ്റാണോ അത്, ആ സബ്ജക്റ്റ് ഏർലി മോർണിംഗ് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഏർലി മോർണിംഗ് പഠിക്കുമ്പോഴത്തേക്കും വളരെ 3 മണിക്കൊന്നും എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ പാടില്ല. കുട്ടികളൊരു 10 മണി 10:30 കഴിയുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം 11 മണിയാകുമ്പോൾ കിടന്നുറങ്ങുകയും രാവിലെ ഒരു 5-5:30 മണി വരെ നല്ല ഉറക്കം, ഒരു 8 മണിക്കൂർ നല്ല കൃത്യമായ സുഖനിദ്ര കുട്ടികൾക്ക് ഉണ്ടാവുകയും വേണം. കാരണം ഇതില്ല എങ്കിൽ നമ്മുടെ വളരെ പെട്ടെന്നുള്ള ഷോർട്ട് ടേം കോഗ്നിറ്റീവ് സ്കിൽ ഉറക്കം നൽകുന്ന കുട്ടികൾക്ക് കുറവായിരിക്കും. കാരണം ഉറക്കം നിന്ന് പഠിച്ചാൽ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള കഴിവ് താൽക്കാലികമായിട്ടൊന്ന് കുറയും. അതുകൊണ്ടാണ് ഉറക്കം വിളച്ച് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് ടേം കോഗ്നിറ്റീവ് സ്കില്ല് കുറയുന്നത് കൊണ്ടാണ് ഉറക്കം ആവശ്യത്തിന് വേണം. അപ്പം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിരിക്കണം. എനർജി കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അല്ലാതെ കുറേ വലിച്ചു വാരി കഴിക്കുക എന്നുള്ളതല്ല. നമുക്ക് എത്രമാത്രം എനർജി ആവശ്യമുണ്ട് ആ എനർജി, ആ കലോറിക് മൂല്യം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഭക്ഷണമായിരിക്കണം കുട്ടികൾ കഴിക്കുക. കാരണം നമുക്കിപ്പോൾ പായസമൊക്കെ കഴിഞ്ഞാൽ ഉറക്കം വരുന്നത് ഈ എനർജി കൂടുതൽ അത് ദഹിപ്പിക്കാൻ വേണ്ടതുകൊണ്ടാണ്. അപ്പം നമുക്ക് പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് എനർജി വേണമെന്നും എനർജി കൂടുതലായിട്ട് നമുക്ക് തരുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അത്തരം ഭക്ഷണങ്ങളെ, അത് നല്ലൊരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന് ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അതൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പക്കയായിട്ടുള്ള കൃത്യമായ ഒരു ഡയറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേസിനെസ് ഒഴിവായി കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ സിലബസിൽ ഈ കംഫർട്ട് സോണിലുള്ളതിനെയും ഒക്കെ പിന്നീട് നമുക്ക് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കണം. കാരണം നമ്മളുടെ ഒരു മനുഷ്യൻ്റെ പെർമനൻറ്റ് മെമ്മറി, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു മനുഷ്യൻ്റെ പരമാവധി ഓർമ്മശക്തി പോകുന്നത് 3 ആഴ്ച വരെ മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു സിലബസ് എടുത്തു കഴിഞ്ഞാൽ BEd ഒക്കെ പഠിച്ച ആൾക്കാർക്കറിയാം, ചിൽഡ്രൻ സൈക്കോളജിയുടെ ഭാഗമായിട്ട് അവർ പഠിച്ചിട്ടുണ്ടാകും. പെഡഗോഗിക് സയൻസിൽ അവർ പഠിക്കുന്നൊരു ഭാഗമുണ്ട്. ഒന്ന്, ഒരു കുട്ടിയുടെ മെമ്മറിയെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഭാഗത്ത് വരുന്നത് സെൻസറി മെമ്മറി എന്ന ഇന്ദ്രിയ സ്മരണയാണ്. അതൊരു 1/4 സെക്കൻഡ് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം നമ്മളിലേക്ക് എത്തുന്ന, നമ്മുടെ കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക്, ചെവിയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് 10,000കണക്കിന് മെമ്മറികൾ അറ്റ് എ സെക്കൻഡ് എത്തുക. അതൊരു 1/4 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ 80% മറന്നുപോകും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുകയും ക്ലാസ് കഴിയുമ്പോൾ ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുകയും അതൊന്ന് മൊത്തത്തിൽ ഒരു അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ഒന്ന് ഒരു റീക്യാപ്പ് പോലെ രണ്ടാമത് ഒന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ടാമത് നമ്മൾ ഒരു കാര്യം ഒന്നുകൂടെ ഓർത്തെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ ഒരു 48 മണിക്കൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് മെമ്മറി സേവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ ഈ വർക്കിംഗ് മെമ്മറി 48 മണിക്കൂറേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അതിൻ്റെ 80% പതുക്കെ മറക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഹോംവർക്ക് തരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികൾ ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുന്നതിനെ ഭയപ്പാടോടുകൂടിയാണ് കാണുക.
അതേപോലെ തന്നെ ഹോംവർക്ക് തന്നു കഴിഞ്ഞാൽ അത് കോപ്പി അടിച്ചും അത് വീട്ടുകാർ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അക്കാഡമിക്കായിട്ട് നമ്മൾ കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സയൻറ്റിഫിക് വേർഷൻ വെച്ചുകൊണ്ടാണ്. അപ്പോൾ കുട്ടികൾ വീട്ടിലിരുന്ന് വീണ്ടും ഹോംവർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടെ റിവൈസ് ചെയ്തു പോവുകയാണ്. ആ ഹോംവർക്കിലൂടെ ഈ മെമ്മറിയെ നമ്മൾ 3 വീക്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന പെർമനൻറ്റ് മെമ്മറി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ 3 വീക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 3 ആഴ്ച കഴിയുമ്പോൾ 80% നമുക്ക് വേണ്ടെങ്കിൽ അത് എടുത്തിട്ടില്ല എങ്കിൽ 80% പിന്നെയും മറക്കും. അപ്പോൾ ഈ മറവി ഒഴിവാക്കാനാണ് എല്ലാ മാസവും ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്. ആ ക്ലാസ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഇത് കംപ്ലീറ്റ് വീണ്ടും നമ്മൾ റീകോൾ ചെയ്യും അല്ലെങ്കിൽ റിവൈസ് ചെയ്യും. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് പഠനത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടി ആദ്യം തന്നെ അത് മൾട്ടിപ്പിൾ സ്റ്റോറിങ് എപ്പോഴും തലച്ചോറിൽ ഒഴിവാക്കണം. കാരണം ഒരു കാര്യം ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പഠിക്കാൻ പാടില്ല. പകരം അത് ഓർത്തെടുത്തിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിലേക്ക് പഠനം മാറ്റണം എപ്പോഴും. അത് കഴിഞ്ഞാൽ പിന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക. ഏറ്റവും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ രാവിലെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഉച്ചയ്ക്ക് എപ്പോഴും നമ്മൾ ഊണൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ഇത്തിരി അലസഭാവം കാണിക്കുന്ന സമയം, ആ സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ടാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നീട് മോക്ക് ടെസ്റ്റുകൾ എഴുതാം. ഇതെല്ലാം ഉച്ചയ്ക്കുള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ബയോളജി ഈസി ആണെങ്കിൽ അത്തരം സബ്ജക്റ്റുകൾ നോക്കാം. രാത്രി ആകുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ സൈലൻ്റ് ആയിരിക്കും, കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ടെസ്റ്റ് അല്ല ഒരിക്കലും. അത് നമ്മളുടെ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള നോളജും പ്രാക്ടീസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പരീക്ഷാ സമ്പ്രദായമാണ് എൻട്രൻസ് എക്സാമിനേഷൻ. അല്ലാതെ സ്കൂളിൽ എഴുതുന്ന പരീക്ഷകൾ അസസ്മെൻറ്റ് ടെസ്റ്റാണ്. അത് നമ്മുടെ അറിവിനെ അളക്കുന്നതാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അങ്ങനെയല്ല, നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നീറ്റ് എക്സാമിനേഷനും ജെഇക്കും കീമിനും ഒക്കെ 4 മാർക്ക് ശരി ഉത്തരത്തിന് കിട്ടും, തെറ്റുത്തരത്തിന് 1 മാർക്ക് കുറവ് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മതിയായ തയ്യാറെടുപ്പ്, പരീക്ഷ എഴുതി മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ചോദ്യവും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ബുക്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഇന്ന ദിവസം ഇത്ര നമ്പർ പരീക്ഷ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ ഇട്ട് വയ്ക്കുക, എഴുതി ആ പരീക്ഷ എഴുതിയത്, അതായത് നമ്പർ 1 ഇത്രാം തീയതി എക്സാമിനേഷൻ്റെ സ്കോർ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു, എത്ര എണ്ണം ശരിയാക്കി, എത്ര എണ്ണം തെറ്റിച്ചു, അപ്പോൾ എത്ര മാർക്ക് കിട്ടി, അതിൽ നെഗറ്റീവ് മാർക്ക് എത്ര, ആക്ച്വൽ സ്കോർ എത്ര. ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അത് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കണം. അടുത്തതും ചെയ്യണം. എന്നിട്ട് ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അതേ പരീക്ഷ തന്നെ വീണ്ടും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അറിയാവുന്നത് മാത്രം എഴുതാവുള്ളൂ. കാരണം നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റത്തിലാണ് നമ്മുടെ സ്കോർ പലപ്പോഴും നഷ്ടമാകുക. അതുകൊണ്ട് അറിയാവുന്നത് മാത്രം എഴുതുക. അതിനുശേഷം അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യുക. അത് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്കോർ എഴുതി വെക്കേണ്ട, അത് തപ്പി കണ്ടുപിടിക്കുക. തപ്പി തിരഞ്ഞു പോയിട്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിച്ചത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും കൃത്യമായ സമയത്തിനുള്ളിൽ മാക്സിമം ഡെലിവറി എന്ന തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മുടെ അറിവളക്കുന്നതിന് മാത്രമുള്ള പരീക്ഷയല്ലെന്നും ആ തൊഴിലിടത്തിലേക്ക്, ആ കോഴ്സിന് നിങ്ങൾ യോഗ്യരാണോ, അതിനുള്ള അക്കാഡമിക്സും അതേപോലെ തന്നെ മാനസികവുമായ തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും കൂടി അളക്കുന്ന, പരിശോധിക്കുന്ന തരത്തിലുള്ള പരീക്ഷയാണെന്ന് തിരിച്ചറിയണം. കാരണം ഈ അസസ്മെൻറ്റ് ടെസ്റ്റിലൊക്കെ നമ്മൾ പലപ്പോഴും കോപ്പി അടിക്കുന്ന ഒരു ടെൻഡൻസിയൊക്കെ കുട്ടികളിൽ പലരും കാണാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ സെയിം ആണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ 4 വശത്തും ഇരിക്കുന്ന ആൾക്കാരുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ ഒന്നാവണമെന്നില്ല. ഒരു കുട്ടിക്ക് ചോദിക്കുന്ന ചോദ്യം മറ്റൊരു കുട്ടിയുടെ ആ ഒരു ലെവൽ വെച്ചിട്ടായിരിക്കും ചില പരീക്ഷകൾക്കൊക്കെ ചോദിക്കുക. ഒരേ ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല. ഒരേ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ പെട്ടിട്ടുള്ള ഒരേ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒരു കാറ്റഗറി, ബുദ്ധിമുട്ട് കുറഞ്ഞ ചോദ്യങ്ങൾ വേറൊരു കാറ്റഗറി, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ വേറൊരു കാറ്റഗറി. അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ സെയിം ആയിരിക്കും എല്ലാവർക്കും വന്നിട്ടുണ്ടാവുക, ടഫായിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ സെയിം ആയിരിക്കും വന്നിട്ടുണ്ടാവുക, മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും. അങ്ങനെയായിരിക്കും ചില പരീക്ഷകളിൽ വാല്യൂ. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള നമുക്ക് തരികട പരിപാടികൾക്കൊന്നും സാധ്യതകളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാതെ കൃത്യമായിട്ട് നമ്മുടെ കഴിവുകളെ, നമ്മുടെ അറിവിനെ ഡെലിവറി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്, വളരെ സീരിയസ് ആയിട്ട് പഠനത്തെ. കാരണം ഇനിയുള്ള കാലത്ത് വെറുതെ നമ്മൾ കാണാതെ പഠിച്ച് ഡിഗ്രി എടുത്ത് എന്തെങ്കിലും ജോലി കിട്ടും എന്ന് ഒരിക്കലും നമ്മൾ ധരിക്കരുത്. കാരണം പഠിക്കുന്നതൊന്നും ജോലി കിട്ടാനല്ലെന്നും അത് ജോലിക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത മാത്രമേ ആയിട്ടുള്ളൂ എന്നും പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല.
അത് കഴിഞ്ഞിട്ട് മറ്റ് മികവുകൾ ഇൻ്റർവ്യൂവും സ്കിൽ ടെസ്റ്റും സൈക്കോളജിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. അപ്പോൾ അതിനൊക്കെ കൂടിയുള്ളൊരു തയ്യാറെടുപ്പാണ് ഇവിടെ വരിക. +2-ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള രീതിയിലുള്ള പഠന രീതിയല്ല കോളേജിലുള്ളത്. അവിടെ കൂടുതൽ ഇൻറ്റേൺഷിപ്പും സെമിനാറുകളും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്യാനും ഇതെല്ലാം അവതരിപ്പിക്കാനും ഉള്ളൊരു കഴിവോടുകൂടി ആയിരിക്കണം കുട്ടികൾ എപ്പോഴും പഠിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇപ്പോൾ ഗ്രാമറൊക്കെ ചോദിക്കുന്ന തരം ലാംഗ്വേജ് ചോദിക്കുന്നുവെങ്കിൽ നമ്മളവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം ഒരു 20 പുതിയ വേർഡുകളെങ്കിലും പഠിക്കണം. ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കണം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെറുതെ ഇരുന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡുകളും പ്രോപ്പർ റിവിഷൻസും ഒക്കെ നടത്തിക്കൊണ്ട് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാം. ഇതൊരു വലിയ ടാസ്ക് അല്ല, വളരെ ഭംഗിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സക്സസ്ഫുൾ ആയി തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നൊരു ഡെസ്റ്റിനേഷനായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ റിസൾട്ടിനെ നമുക്ക് മാറ്റാൻ കഴിയണം. ഇതിന് സൗജന്യ പരിശീലനം ഇപ്പോൾ NTA പരീക്ഷകളൊക്കെയാണ് nta.ac.in/lectures content എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈറ്റിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനും നീറ്റിനുമൊക്കെ നമുക്ക് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൈറ്റ്സ് എന്ന് പറയുന്ന entrance.kites.kerala.gov എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ അഡ്മിഷൻ നമ്പർ അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അതിൽ കയറി ഈ ക്ലാസ്സുകളും പരീക്ഷകളും ഒക്കെ അറ്റൻഡ് ചെയ്യാനും കഴിയും. ഇതൊക്കെ സൗജന്യ സേവനങ്ങളാണ്, സർക്കാർ ഒരുക്കുന്ന പരിശീലന സംവിധാനങ്ങളാണ്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മത്സര പരീക്ഷകളെ കൃത്യമായി ക്രാക്ക് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാവർക്കും നടത്താൻ കഴിയട്ടെ.